യാത്രക്കാരുടെ പോക്കറ്റ് കീറുന്ന പുതിയ നിരക്ക് വർധനയുമായി റെയിൽവേ രംഗത്ത് വന്നിരിക്കുകയാണ്. ജൂൺ 1 മുതൽ റെയിൽവേ സ്റ്റേഷനുകളിലെ ജനപ്രിയ ലഘുഭക്ഷണങ്ങളുടെ വില ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ താൽക്കാലിക ഇന്ധനവാതക വിലക്കയറ്റവും വിപണിയിലെ മാറ്റങ്ങളുമാണ് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഈ തീരുമാനത്തിലേക്ക് റെയിൽവേയെ നയിച്ചത്. മെയ് 25-നാണ് ചീഫ് കൊമേഴ്ഷ്യൽ മാനേജറുടെ ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സർക്കുലർ പുറത്തിറങ്ങിയത്. മുംബൈ, ഭുസാവൽ, നാഗ്പൂർ, സോലാപൂർ, പൂനെ ഡിവിഷനുകൾ ഉൾപ്പെടുന്ന സെൻട്രൽ റെയിൽവേയുടെ പരിധിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റുകളിലാണ് ഈ മാറ്റം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ റെയിൽവേ സ്റ്റേഷനുകളിലെ ചെറുകിട സ്റ്റാളുകളിൽ വിൽക്കുന്ന ലഘുഭക്ഷണങ്ങളുടെ വിലയിൽ വലിയ വ്യത്യാസമുണ്ടാകും. മുംബൈയിൽ ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ പ്രധാന ആശ്രയമായ വടാപാവിന്റെ വില 13 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 20 രൂപയായി ഉയരും. അതുപോലെ 12 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വെജ് സമൂസയ്ക്കും ജൂൺ 1 മുതൽ 20 രൂപ നൽകേണ്ടി വരും. സാധാരണക്കാർ ഏറെ വാങ്ങാറുള്ള രക്ത പാവ്, ഉസൽ പാവ് കോംബോകളുടെ വില 20 രൂപയിൽ നിന്ന് 25 രൂപയായും ഒരു സിംഗിൾ പാവിന്റെ വില 3-ൽ നിന്ന് 5 രൂപയായും വർദ്ധിക്കും. സുഖാബേൽ, ചട്നി ബേൽ തുടങ്ങിയവയ്ക്കും 5 രൂപയോളം അധികം നൽകണം. വില വർദ്ധിക്കുന്നതിനനുസരിച്ച് യാത്രക്കാർക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലും അളവിലും വലിയ പുരോഗതി വരുത്തണമെന്ന് ലൈസൻസുകൾക്ക് റെയിൽവേ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതുക്കിയ മെനുവും അതിന്റെ വില വിവരങ്ങളും യാത്രക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ 2 ഭാഷകളിൽ സ്റ്റാളുകളിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം. വില വർധനവ് നടപ്പിലാക്കി 6 മാസം പിന്നിടുമ്പോൾ ഓരോ ഡിവിഷനിലെയും വിൽപ്പന കൃത്യമായി വിലയിരുത്തുമെന്നും അതിനനുസരിച്ച് ലൈസൻസ് ഫീസ് പുനഃപരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം റെയിൽവേ ബോർഡിന്റെ മുൻ മാർഗനിർദ്ദേശങ്ങളിലുള്ള സാധാരണ ജനതാ മീൽസ് പോലുള്ള സ്റ്റാൻഡേർഡ് ഭക്ഷണങ്ങൾക്ക് നിലവിലുള്ള നിശ്ചിത നിരക്ക് തന്നെ തുടർന്നും ഈടാക്കുകയുള്ളൂ. യാത്രക്കാർക്ക് കൂടുതൽ ഭക്ഷണ വൈവിധ്യങ്ങൾ നൽകാനായി സ്ലഷ് ഡ്രിങ്കുകൾ, ക്രീം ഡോണറ്റ്സ്, സൂപ്പ്, ദോശ, നൂഡിൽസ് എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്താൻ പദ്ധതിയുണ്ട്. ഇന്ധനവാതക വിലയിലുണ്ടായ ഈ വർധനവ് റെയിൽവേ ഭക്ഷണത്തെ മാത്രമല്ല സാധാരണക്കാരന്റെ അടുക്കള ബഡ്ജറ്റിനെയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. പാല്, ബ്രെഡ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രമുഖ ഡയറി ബ്രാൻഡുകളും ബ്രെഡ് കമ്പനികളും വില കൂട്ടിയത് കുടുംബങ്ങളുടെ പ്രതിമാസ ചെലവുകൾ താളം തെറ്റിച്ചു. ഈ സാഹചര്യങ്ങൾ കാരണം രാജ്യത്തെ മൊത്തത്തിലുള്ള റീറ്റെയിൽ പണപ്പെരുപ്പം 0.42% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നത്.